നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, പലപ്പോഴും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ ഒരുപോലെ ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട്. മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ ചുവടുവയ്പും രാജ്യം ഉറ്റുനോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ കൗതുകമുണ്ട്. പലപ്പോഴും വേദിയിലും പരിപാടികളിലും രാഹുൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും സ്ഥിരം ചോദ്യങ്ങളിലൊന്ന് ഇതാണ്: എപ്പോഴാണ് വിവാഹം? ഈ ചോദ്യം കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്ന മറുപടികൾ പലപ്പോഴും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാഹുൽ ഗാന്ധിയുടെ മറുപടികളിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഒരുപക്ഷെ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളും രാഷ്ട്രീയത്തിലെ തിരക്കുകളും കാരണം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ജയ്പൂർ മഹാറാണി കോളേജിലെ ഒരു സംവാദത്തിനിടെ ഒരു വിദ്യാർത്ഥിനി ചോദിച്ച ചോദ്യത്തിന് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി പൂർണ്ണമായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വിവാഹം വൈകുന്നത് എന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. പക്ഷേ കാലം മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടികളും മാറി. റായ്ബറേലിയിലെ പ്രസംഗങ്ങൾക്കിടയിൽ വിവാഹത്തെക്കുറിച്ച് ഉള്ള ചോദ്യത്തിന് പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞത് ഇനി അധികം വൈകാതെ തനിക്ക് വിവാഹം കഴിക്കേണ്ടി വരുമെന്നാണ്. ആ ഒരു മറുപടി വലിയ രീതിയിലാണ് സോഷ്യൽ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചർച്ചയായത്. തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ പോലും തമാശ രൂപേണ അദ്ദേഹത്തെ വിവാഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധി നൽകുന്ന മറുപടികൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒട്ടും നെഗറ്റീവ് അല്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. ഇനി രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ കാര്യമെടുത്താൽ, പ്രിയങ്കയും പല അഭിമുഖങ്ങളിലും ഇക്കാര്യം വ്യക്തമാക്കാറുണ്ട്. തൻ്റെ സഹോദരൻ സന്തുഷ്ടനായിരിക്കണമെന്നും ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രിയങ്കയും പറയാറുണ്ട്. രാഹുലിൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിന് അവർ നൽകുന്ന പ്രാധാന്യം ആ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന വ്യാജ വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ വിവാഹം കഴിഞ്ഞുവെന്നും ഇതാ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും എന്നൊക്കെ പറഞ്ഞ് പല ചിത്രങ്ങളും വൈറലാകാറുണ്ട്. എന്നാൽ പല ഓൺലൈൻ ചാനലുകളും നടത്തിയ കൃത്യമായ അന്വേഷണങ്ങളിൽ ഇത്തരം വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അദ്ദേഹം ആരെങ്കിലുമൊക്കെയോ ആയി കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ വെച്ച് ഇല്ലാ കഥകൾ മെനയുന്നത് ചില സംഘങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. രാഷ്ട്രീയത്തിൽ തിരക്കുകൾക്കിടയിലും വയനാട് പോലെയുള്ള ദുരന്തമുഖങ്ങളിൽ ഇരകളുടെ കണ്ണീരൊപ്പാൻ എത്തുന്ന രാഹുൽ ഗാന്ധിയെ പലപ്പോഴായി നമ്മൾ കണ്ടു. ദുരിതബാധിതരുടെ വീട് നിർമ്മാണത്തിലും വിവാഹ ആവശ്യങ്ങളിലുമൊക്കെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ അവിടെ വ്യക്തമാണ്. വ്യക്തിജീവിതത്തിൽ വിവാഹം എന്നതിലുപരി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിനാണ് രാഹുൽ ഗാന്ധി എന്നും മുൻഗണന നൽകുന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും രാഹുൽ മറുപടി നൽകും. ഒരുപക്ഷെ വരും കാലങ്ങളിൽ അത് വലിയൊരു പ്രഖ്യാപനമായി മാറിയെന്നും വരാം. അതുവരെയുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളവും ഇന്ത്യയും.